താങ്ക് യു വെരി മച്ച്. എന്താടി, രവിവർമ്മൻ സാറ് നല്ല ആളാണെന്നാണോ വന്നത്? രവിവർമ്മൻ സാറ് നല്ല ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ കാരണം രവി സാറിന്റെ ജീവന് എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു. ഈ വിരലില് തൊട്ടാ അപകടമൊന്നും പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. നീ കറക്റ്റ് ആയിട്ട് തൊട്ടു. ഞാൻ ഹാപ്പിയായി. അത് ശരി, അപ്പൊ ഞാനാണ് രവിവർമ്മൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ? നാളെ പോയി കാണുമ്പോ പറഞ്ഞേരെ, എനിക്കൊരു ട്രീറ്റ് നടത്തണമെന്ന്. അതിൽ ഇപ്പോഴും ഉണ്ടടി ഒരു കൺഫ്യൂഷൻ. നാളെ രവിവർമ്മൻ സാറിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോ രാജാറാം സാർ അവിടെ കാണും. എന്നെ കണ്ട സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതാ ഒരു പേടി. അപ്പൊ രാജാറാം സാറിനെ പേടിച്ച് നീ രവിവർമ്മൻ സാറിനെ കാണാൻ പോകുന്നില്ലേ? പോണം, പോയേ പറ്റൂ. എന്നാ നീ രണ്ടും കൽപ്പിച്ചങ്ങ് പോണം. പേടിച്ചിരുന്നാൽ അതിനെ നേരം കാണും. അറിയാം, സാറിന്റെ ജീവൻ സാറിന് എത്ര വലുതാണോ അത്രയും മുഖ്യമാണ് എനിക്കും. സാറിന്റെ ജീവന് ദോഷം ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് നേരിട്ട് പറയാം സാറിനോട്. സാറ് തീരുമാനിക്കട്ടെ, ഓഫീസിൽ രാജാറാം സാറ് വേണോ ശ്രീലക്ഷ്മി വേണോ എന്ന്. ഹലോ രാജാറാം സാർ, ജിഡിയെ പിടികൂടിയതറിഞ്ഞ് തുള്ളിച്ചാടി വന്നതായിരിക്കുമല്ലേ? നിന്നെ തോൽപ്പിച്ചു എന്ന അഹങ്കാരത്തോടെ തന്നെ പറയുക. നീ സ്മാർട്ട് ആണെങ്കിലേ ഞാൻ ഓവർ സ്മാർട്ടാ. 20 വർഷം ഞാൻ കാത്തിരുന്നത് നിന്റെ തോക്കിൻ മുനയിൽ അടിയറവ് പറയാനല്ല രാജാറാമേ. ആ കിടക്കുന്നവന്മാരൊക്കെ എന്നെക്കാളും ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചതാ, നിന്റെ വാക്കും കേട്ടിട്ട്. എന്നെ നീ ചെയ്യാൻ പറഞ്ഞതൊക്കെ അവന്മാരുടെ ശരീരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മേലിൽ ജിഡിയുടെ വഴിയിൽ വിലങ്ങുതടിയായി നിന്നെ കാണരുത്. നീ എന്റെ ഓർമ്മയിൽ പോലുമില്ല. എനിക്ക് വേണ്ടത് അവനെ, നിന്റെ ബോസിനെ. അത് നിന്നെ പോലുള്ള ഊച്ചാടി 4 കിട ഗുണ്ടകളെ വെച്ചിട്ടല്ല, നേരിട്ട് തീർക്കും ഞാൻ അവനെ. വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഈ നന്ദൻ ദോസ്ത് എവിടെ പോയി കിടക്കണു? സരോജം, നീ ഒരു മിനിറ്റ് ഇവിടെ ഇരുന്നേ പറയട്ടെ. എന്തു പറ്റി? നിങ്ങളാകെ വല്ലാതിരിക്കുകയാണല്ലോ. നമ്മുടെ ദോസ്തിനെ കുറിച്ച് ഒരു വിവരമില്ലടി. ഫോൺ വിളിച്ചിട്ട് എടുക്കണ പോലുമില്ല. അന്ന് ദോസ്തിനെ പോയി കണ്ടുവന്നതിന് ശേഷം ആളൊന്ന് ഫോൺ വിളിക്കുകയോ നമ്മുടെ വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. ദോസ്തിന് ഞാൻ കല്യാണത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നാ എന്റെ ഒരു പേടി. അതാണോ കാര്യം? അതെ, ആ കൊച്ചിന് എന്തെങ്കിലും തിരക്ക് കാണും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്ന പയ്യനാന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ആ സാന്ദ്ര മാഡം സഹായിക്കാന്ന് പറഞ്ഞതാ. ഇപ്പതേ മാഡത്തിന്റെ ഒരു വിവരമില്ല. ചേടാ, എന്ന് പറഞ്ഞാ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളെ വേണം ഉത്സാഹം എടുക്കാൻ. അവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. അവരെപ്പോഴും നമ്മുടെ കാര്യം ചിന്തിച്ചോണ്ടിരിക്കോ? ഇല്ല. ശരിയാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് രവിവർമ്മൻ സാറിനെ പോയി കണ്ട് മോളുടെയും നന്ദന്റെയും കാര്യം സംസാരിച്ചാലോന്നാ. എന്റെ കരിക്കോത്തിയമ്മേ, ഇതല്ലേ ഞാൻ എന്നേ തലേ കൈവച്ച് പറയുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തല സൂര്യൻ ഉദിച്ചല്ലോ, ദൈവത്തിന് നന്ദി. നീ പറഞ്ഞത് ശരിയാടി. ഈ ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ല. രവിവർമ്മൻ സാറിനോട് കാര്യമായിട്ട് അവതരിപ്പിച്ച എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടും. നമ്മുടെ മോളുടെയും നന്ദൻ ദോസ്തിന്റെയും കല്യാണം നടുക്ക് നിന്ന് നടത്തി തരാൻ പറ്റിയ ഒരാള് രവിവർമ്മൻ സാറാ. Hello, Mr. Goodbye and good luck.
അങ്ങോട്ടേക്ക് കെട്ടിപ്പൊതിഞ്ഞ് അതങ്ങോട്ട് വെച്ചിട്ട് നീ അവിടെ ഇരിക്കും. ഐ സേ സിറ്റ് ഡൗൺ. സോറി, ഞാൻ എന്തിനിരിക്കണം? ഞാൻ ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞതാ. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ. രാജി എഴുതി തന്നാൽ മാത്രം പോരാ, രാജി സ്വീകരിക്കപ്പെടുകയും കൂടെ വേണം. എന്നാലേ ആ പ്രൊസീജിയർ പൂർത്തിയാവും. അതൊന്നും എനിക്കറിയണ്ട. ഈ കമ്പനിയിൽ തുടരണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സ്വയം ഞാനാണ്. അതിനുള്ള അവകാശം മറ്റാർക്കും എഴുതി കൊടുത്തിട്ടില്ല എന്നർത്ഥം. തെറ്റ്. അതിനുള്ള അവകാശം എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാനും വിശ്വസിച്ചിരുന്നു. അത് പണ്ട്. ഇപ്പോ നിനക്ക് എന്നിൽ ഒരു അവകാശവും ഇല്ല. എനിക്ക് പോണം, ഞാൻ പോവും. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. ഇരുന്നില്ലെങ്കിൽ ഇരുത്തി ഞാൻ. ഇരിക്കണവിടെ. ഇരിക്കാൻ. നീ ഈ കമ്പനിയിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് മാത്രമാണ് അവകാശം. ഇന്നലെ വരെ എനിക്കതുണ്ടായിരുന്നു, ഇന്ന് എനിക്കതുണ്ട്, നാളെയും എനിക്കതുണ്ടാകും. ഇനി എനിക്കതില്ല എന്ന് നിനക്ക് തീർച്ചയാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം നിനക്ക് ഇവിടുന്ന് പോവാം. പക്ഷേ ഒന്നു മാത്രം നീ മനസ്സിലോർപ്പിച്ചോ, നീ എന്നോടൊപ്പം ഇല്ലാതാകുന്ന നിമിഷം മുതൽ ഞാൻ 20 വർഷം മുമ്പുള്ള രവിയായിട്ട് മാറും. അത് 3.5 സ്ഥലമാണ്. ഇനി നിനക്ക് പോവാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്. എടാ, നീ രാവിലെ എന്നെ വഴക്ക് പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ആ ജിഡിയെ കീഴ്പ്പെടുത്താൻ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചെന്നറിയാമോ നിനക്ക്? അവനെ കീഴ്പ്പെടുത്തേണ്ട ആവശ്യം നിന്നെക്കാൾ എനിക്കായിരുന്നു. അറിയാം. ജിഡി രക്ഷപ്പെട്ടത് വളരെ സ്വാഭാവികമാണ്. നമ്മളെപ്പോലെ തന്നെ ഈ യുദ്ധത്തിൽ അവനും മാക്സിമം പൊരുതാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമാണ് ഈ രക്ഷപ്പെടൽ. ഇനി ആ ജിഡിയെ കയ്യിൽ കിട്ടുമ്പോ നീ ഇതിന്റെ പലിശയുടെ പലിശയും കൂടെ മുതലാക്കിയാൽ മതി. അതുകൊണ്ട് തൽക്കാലം എന്റെ ചങ്ങാതി ആ ജാക്കറ്റ് ഒന്ന് എടുത്തിട്ടെ. കാണട്ടെ ഞാൻ. നിന്നെ ആ ജാക്കറ്റിലത് കണ്ട എന്തോ ഒരു നേക്കഡായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ആ ജാക്കറ്റ് അല്ലേ നിന്റെ ഒരു ട്രേഡ് മാർക്ക്. എക്സാം ടൈമിൽ ദിവസവും ഒരിക്കൽ താൻ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കും. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോ എല്ലാം സ്റ്റോപ്പായി. എന്തു പറ്റി? സർ, അത് പറയൂ, എന്താ തനിക്ക് സംഭവിച്ചത്? സർ, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ പരീക്ഷ കഴിഞ്ഞ ഉടനെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്താലോന്നാ ഞാൻ ആലോചിച്ചത്. But why? എന്തു പറ്റി ശ്രീലക്ഷ്മി? ഓഫീസിൽ ആരെങ്കിലും എന്തെങ്കിലും തന്നോട് പറഞ്ഞോ? രഘു, സാൻഡ്ര, രാജാറാം? ഇല്ല സർ, ആരും എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ? അല്ല സർ, ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായാൽ സാറിന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടാവോ? What? Hey, come on. ശ്രീലക്ഷ്മി, താൻ എന്നോടൊപ്പം ഇല്ലെങ്കിലാണ് എന്റെ ജീവനാപത്ത്. യു ആർ ലൈക്ക് മൈ ഗാർഡിയൻ ഏഞ്ചൽ. എന്റെ ജീവൻ ആപത്ത് വന്നപ്പോഴൊക്കെ താനാ രക്ഷിച്ചത്. സർ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യം. താനാ എന്റെ കാവൽ മാലാക. താൻ മാത്രം. ചിലരൊക്കെ തിരിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടാ പോകുന്നത്. എനിവേ, നന്ദന്റെ വിഷയം വിടാൻ നമുക്ക്. പിന്നൊരു കാര്യം, തനിക്ക് ഇനി മുതൽ ഓഫീസിൽ വരണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഇനി മുതൽ കൃത്യമായിട്ട് ഓഫീസിൽ വരിക. അതിന് തടസ്സമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. സർ ഇങ്ങനെ ആജ്ഞാപിക്കുകയാണെങ്കിൽ എനിക്കതനുസരിച്ചേ പറ്റൂ. എന്താ പറഞ്ഞ?
സാർ ആജ്ഞാപിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആണോ? എങ്കിലിതാ 1000 വട്ടം നാം ആജ്ഞാപിക്കുന്നു. താൻ ഇനി മുതൽ ഓഫീസിൽ കൃത്യമായിട്ട് വന്നിരിക്കണം. ഇറ്റ്സ് എൻ ഓർഡർ. ശരി സർ, വന്നോളാം. അല്ല, 1000 കുറഞ്ഞോ ഇല്ല അല്ലേ? ഇല്ല സർ, സാർ ഒരു പ്രാവശ്യം ആജ്ഞാപിച്ചാ മതി. 1000-ത്തിലധികം എഫക്റ്റാ. താങ്ക്സ്. താങ്ക്സ് എന്തിനാ? ആജ്ഞാപിച്ചല്ലേ അതിന്. ഓ, ആ കൗണ്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ പോയിട്ട് ജോലി തുടങ്ങിയാട്ടെ. സാൻഡർ കഴിഞ്ഞിട്ട് ഇനി കേറി വരാനുള്ളത് രാജാറാമ. സർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? യെസ്, ചോദിച്ചോളൂ. സർ, സാർ ആ മുല്ലച്ചെടിയോട് ഞാനൊന്ന് അന്വേഷിച്ചു പറയണം. ഓക്കേ, പറയാം. പക്ഷെ ആരന്വേഷിച്ചു എന്ന് പറയണം? നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അതിന്റെ ഉത്തരം ഞാൻ പറയില്ല. സാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ സാറ് പറഞ്ഞു കൊടുത്താ മതി. ഇനി മുതൽ അവന്റെ വിഷയം ഈ ഓഫീസിൽ സംസാരിക്കാൻ പാടില്ല. ഇല്ല രാജാറാം സാർ, സംസാരിക്കില്ല. പക്ഷെ ഇപ്പോ ഈ ഓഫീസിൽ എന്നെക്കാളും സ്ഥാനം ശ്രീലക്ഷ്മിക്കാണ്. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാമോ എന്ന് അറിഞ്ഞാ കൊള്ളാം. സോറി, വെറുതെ സംസാരിക്കാന്ന് മാത്രം. ആ വിഷയത്തിൽ മാഡത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കും. ബട്ട് വൈ? എന്തുകൊണ്ട് പറ്റില്ല? ഈ ഓഫീസിൽ എനിക്കാണോ ഇമ്പോർട്ടൻസ് അതോ അവൾക്കാണോ ഇമ്പോർട്ടൻസ് എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാജാറാം സാർ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ഒരാൾ മതി ഇനി ഈ ഓഫീസിലെന്നാണ് എന്റെ തീരുമാനം. ശരി, അതൊക്കെ മാഡം എന്തോ ചെയ്തോളൂ. പക്ഷേ മാഡവും മറ്റൊരു നന്ദനെ പോലെ ആകരുതെന്നേ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. ഒരു നന്ദനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞു. മറ്റൊരു സാന്ദ്രയ്ക്കും ആ ഗതി വരരുതെന്ന അർത്ഥം. എന്തൊക്കെയുണ്ട്? എന്താ ഓഫീസിലേക്ക് വന്ന? എന്താ വിഷയം? സാറിനോടൊരു കാര്യം പറയാണ്ടായിരുന്നു. കേൾക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? ശ്രീലക്ഷ്മിയുടെ അച്ഛനെ എപ്പോ വേണമെങ്കിലും വന്ന് സംസാരിക്കാലോ. അതിനുമുമ്പ് കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി, ടീ, സംതിങ് കൂൾ? അയ്യോ, ഒന്നും വേണ്ട സാർ. വന്ന കാര്യം സംസാരിച്ചിട്ട് എനിക്ക് ഉടനെ മടങ്ങിപ്പോണം. സാറിനും തിരക്കായിരിക്കുമല്ലോ ഇവിടെ. കുഴപ്പമില്ല. ഇല്ലേ സാർ, ഒരു കുഴപ്പമില്ല. ഇരിക്കൂ. ശരി, ഇനി പറയൂ, എന്താണ് എന്നെ തന്നെ വന്ന് കണ്ട് സംസാരിക്കേണ്ട കാര്യം? സാർ, ഇതൊരു കണക്കിന് കയർമ കയറി നടക്കണ അഭ്യാസം പോലെയാ. പെട്ടെന്ന് പറയാനും പറ്റണില്ല, എന്നാ ലേറ്റ് ആകാൻ പറ്റിയ വിഷയമല്ല. അതാണ് സാറിന്റെ പെർമിഷൻ പോലും വാങ്ങാതെ പെട്ടെന്ന്. അതിനെന്താ, കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ. എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. കമോൺ. സാർ, അത് എന്റെ മോളുടെ വിവാഹത്തെ കുറിച്ചാണ്. സാറിനോടല്ലാതെ വേറൊരാളോടും പറയാൻ തോന്നിയില്ല. അത് കൊള്ളാലോ. കമോൺ, പറയൂ. പറയാം. കുറെ ദിവസമായി സാറിനോട് ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ കഴിഞ്ഞില്ല. പിന്നീട് തോന്നി നമ്മൾ പെണ്ണിന്റെ വീട്ടുകാരാണ്, അതുകൊണ്ട് നമ്മളാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതെന്ന്. ഈ കല്യാണം എന്ന് വെച്ചാ അത് വലിയ ഉത്തരവാദിത്തമല്ലേ സാർ? മോളെ എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തിക്കണമെന്ന് ചിന്തയായിരുന്നു ഇത്രയും കാലം. ഏതായാലും ഇവിടെ ഓഫീസില് മോളെ നന്ദിനെ പറ്റി നല്ല മതിപ്പാണെന്നാ എനിക്ക് കിട്ടിയ വിവരം. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും സാർ ചിന്തിക്കുന്നത്. ഒരച്ഛനായ ഞാനിതൊക്കെ മനസ്സിലാക്കണ്ടേ സാർ? അതുപോലെ എനിക്കറിയാം സാറിന് മോളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണെന്ന്. രാജാറാം, ക്യാബിനിലേക്കൊന്ന് വരൂ. ഇപ്പൊ തന്നെ. ഇറ്റ്സ് അർജന്റ്.
എന്തു പറ്റി സാർ? സാറെന്തോ ടെൻഷനായി തോന്നുന്നു. സാർ, എന്താ സാർ? രാജാറാമിന് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അറിയില്ലേ? അദ്ദേഹത്തിനോട് നന്ദനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ച നന്ദൻ നല്ലവനല്ല. ശരിയല്ലെന്ന് പറഞ്ഞാ സാറെന്താ ഉദ്ദേശിക്കുന്നത്? ടെൻഷനൊന്നും വേണ്ട, ഇരിക്കും. നന്ദൻ ഇപ്പോ ഈ ഓഫീസിലും ഈ നാട്ടിലും ഇല്ല. അവനൊരു അപകടത്തിൽ ചെന്ന് പെട്ടിരുന്നു. വർഷങ്ങളോളം ജയിലിൽ കിടക്കാതെ തൽക്കാലം അവനെ സാറ് രക്ഷപ്പെടുത്തി വിട്ടിരിക്കുക. ഏതായാലും അവൻ നല്ലവനാണോ അതോ മോശക്കാരനാണോ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുമായി ബന്ധമുണ്ട്. അവന്റെ അങ്കിൾ ഉൾപ്പെടെ. നിങ്ങൾ അറിയാൻ മാത്രം ഈ ഓഫീസിലൊരു അനുഭവം ഞാൻ പറയാം. 20 വർഷം ജയിലിൽ കിടന്ന ഒരുത്തന്റെ ഓർഡർ പ്രകാരമാ നിങ്ങളുടെ ഈ കല്യാണച്ചക്കൻ ഈ ഓഫീസിൽ വന്നത്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തി രവിവർമ്മൻ സാറിനെ ചതിക്കാൻ. രവിവർമ്മൻ സാറിനെ ചതിച്ചാൽ ഈ ഓഫീസ് തന്നെ തകരും. നിങ്ങളുടെ മകൾ ഉൾപ്പെടെ കുറെ അധികം പേരുടെ ജോലി പോയി ജീവിതം തകരും. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകനായി വേണോ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. രവിവർമ്മൻ സാർ ആളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടും അവൻ ഇനി ഒരു ജീവിതം ഉള്ളതുകൊണ്ടും സാർ അവനോട് ക്ഷമിച്ച് അവനെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ തോന്നിയതും അന്വേഷിക്കാൻ തോന്നിയതും ഒരു തരത്തിൽ നിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറയും. എന്റെ ദേവി, കാണുന്നുണ്ടോ നീ ഇതൊക്കെ? ഒരിക്കൽ കൂടി ഞാൻ ജീവിതത്തെ തോറ്റുപോയിരിക്കുക. എന്റെ മകൾക്ക് ഏറ്റവും യോഗ്യനായ പയ്യനാണ് നന്ദനെന്ന് ഞാൻ കരുതി. പക്ഷേ അവനൊരു ചതിയനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ നെഞ്ച് പൊട്ടിപ്പോയിരിക്കുക. എന്തിനാ ഞങ്ങളോട് ഈ പരീക്ഷണം? അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ടും തൊഴുതിട്ടും പ്രാർത്ഥിച്ചിട്ടും മനസ്സടങ്ങുന്നില്ല ദേവി. ഇനി വീട്ടിലെത്തിയാൽ സരോജത്തോട് ഈ കാര്യം എങ്ങനെ പറയും ഞാൻ? നന്ദന്റെ കാര്യത്തിൽ അവൾക്കും വലിയ ഉത്സാഹമായിരുന്നു. അവളോട് നടക്കില്ലെന്ന് വാ തുറന്ന് പറയാൻ പറ്റില്ല. സാറിനെ ഫോണിൽ കിട്ടുന്നില്ലല്ലോ. അച്ഛൻ ഓഫീസിൽ വന്ന് പോയതിനു ശേഷം രവി സാറിന് എന്തോ പറ്റിയത്. അച്ഛൻ എന്തായിരിക്കും സാറിനോട് പറഞ്ഞത്? എന്തായാലും മനഃപൂർവ്വമുള്ള വരവാണെന്ന് തീർച്ചയാണ്. അല്ലെങ്കിൽ അച്ഛൻ ഒരു വാക്ക് ഫോണിലെങ്കിലും വിളിച്ചു പറയുമായിരുന്നു. ദൈവമേ, അന്നാ ലണ്ടൻ യാത്രയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ കുരുക്ക് വല്ല ഒപ്പിച്ചിട്ടാണോ അച്ഛൻ പോയത്? എന്തായാലും അത് നേരിട്ട് ചോദിച്ചറിഞ്ഞാലേ പറ്റൂ. എന്റെ ഭഗവതി, കുഴപ്പമൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. വിരാഗിയായ ഗുണാതീതനായ എനിക്കുള്ള കാര്യവും
അനേക ഗ്രഹമോടും നീ ഓർക്കുന്ന പല വസ്തുവും ഞാൻ മുക്തനെന്ന് നീ ചൊല്ലുന്നത് നിൻ ഡമ്പുതാനിടു. ചിലപ്പോൾ ശത്രുവിൻ ചിന്ത, ചിലപ്പോൾ ധനചിന്തയും, ചില നേരം സൈന്യചിന്തയും നേരം ചിന്തയില്ലതോ. വൈഖാനസ മുനീന്ദ്രന്മാർ പിതാമഹർ ജിതേന്ദ്രിയർ ഇതെല്ലാമായമെന്നോർത്തോൽ മോഹിക്കുന്നവരും നൃപ. നിന്റെ വംശത്തിലുള്ളവർക്ക് വിദേഹരിതനാമവും ത്രിമന്താൻ ധരിച്ചാലും മറിച്ചല്ലൊരു നാളുമേ. കേൾക്കുന്നുണ്ടോ? മൂർഖനുമേൽ ജന്മാന്തനു ദിവാകരൻ കേൾക്കുന്നുണ്ടോ? ദരിദ്രനും നാം എന്തു പ്രയോജനം. നിന്റെ വംശത്തിലുണ്ടായ വിദേഹരൊക്കെയും പേർ കൊണ്ട് പ്രസിദ്ധന്മാർ, കർമ്മം കൊണ്ടല്ല നിശ്ചയം. നിന്റെ വംശത്തിലുണ്ടായി പണ്ടാനിമി നരോത്തമൻ, ക്ഷണിച്ചാൻ യാഗത്തിനവൻ ഗുരുവായ വസിഷ്ഠനെ. ഇതിപ്പോ 1/4 മണിക്കൂർ കഴിഞ്ഞു. പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോ നിന്റെ അച്ഛന്റെ തലയിലെ അരപ്പേരി ലൂസായോന്ന് സംശയം. ഇന്ദ്രന്റെ രഘു, രഘു, എന്താ രേഖ? ആ ഫോൺ ഒന്ന് താഴെ വെച്ചേ. ഇത് നോക്കിയേ, നന്ദന്റെ മെസ്സേജ്. ഗുഡ് ബൈ രേഖ. രേഖ എനിക്ക് ജോലി കിട്ടുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വർമ്മൻ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ഐ ആം ലീവിംഗ് ദിസ് പ്ലേസ് ആൻഡ് ഐ താങ്ക് യു ഫോർ എവറിഥിങ്. ഗുഡ് ബൈ നന്ദൻ. എന്താ ഇത് സത്യമാണോ? നന്ദൻ കമ്പനിയിൽ നിന്ന് മതിയാക്കി പോയോ? വാട്ട് ഹാപ്പൻ ടു ഹിം? യാ രേഖ, സത്യമാണ്. അവൻ പോയതല്ല, ഫർദർ സ്റ്റഡീസിന് വേണ്ടി ചേട്ടായി അവനെ വിദേശത്തേക്ക് അയച്ചതാണ്, ഫുൾ എക്സ്പെൻസ് കൊടുത്ത്. എന്നിട്ട് ആരും എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. ഐ കാന്റ് ബിലീവ് ദിസ്. ദാറ്റ്സ് മൈ ചേട്ടായി രേഖ. ഇൻഫാക്ട് വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ. അത് കേട്ടാൽ നീ വീണ്ടും ഷോക്കായി പോകുന്നുള്ള കാര്യം ഉറപ്പാ. എന്ത് കാര്യം? ഈ നന്ദൻ എങ്ങനെയോ നമ്മുടെ ശത്രുവിന്റെ കൈ ചെന്ന് പെട്ടു. പക്ഷേ വിദഗ്ധമായിട്ട് അവനെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാരാ? നമ്മുടെ ചേട്ടായി തന്നെ. യു നോ, ഹി ഈസ് എ റിയൽ ഹീറോ രേഖ, എ റിയൽ ഹീറോ. ഓക്കെ, സമ്മതിക്കുന്നു. എന്ന് വെച്ചേ 24 മണിക്കൂറും ഇങ്ങനെ ചേട്ടായി ചേട്ടായി എന്ന് വിളിച്ച് പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്ത എന്റെ ഫ്രണ്ടിനെ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്തത് എന്തിനെന്ന് ചോദിച്ച് ഞാൻ പോയി ബ്രദർ ഇൻ ലോയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിലോ ഇന്നിവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? അമ്മ ഭൂകമ്പം ഉണ്ടാക്കില്ലായിരുന്നോ? രഘു തന്നെ പറയ്. അയ്യോ രേഖ, നീ ഒന്നും മിണ്ടാതിരിക്കേ. അല്ലെങ്കിൽ തന്നെ ചേട്ടായി എന്തോ മനോവിഷമം കാരണം സീക്രട്ട് റൂമിൽ പോയി ഇരിക്കുക. ഇനി നീ കൂടെ വെറുതെ ചേട്ടായെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആ, അത് പറഞ്ഞപ്പോഴാ ചോദിക്കാനുള്ളത്. അല്ല രഘു, ഈ ബ്രദർ ഇൻ ലോയുടെ സീക്രട്ട് റൂമിൽ എന്താ ഉള്ളത്? എന്തിനാ അത് എപ്പോഴും അടച്ചിടുന്നത്? എന്താ അതിന്റെ രഹസ്യം? അറിയില്ല രേഖ, ഐ ആം സോറി. അതൊരു സീക്രട്ട് അല്ലേ, അതുകൊണ്ടല്ലേ അതിനെ സീക്രട്ട് റൂം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഹിസ് സ്പേസ്. അവിടെ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. അച്ഛൻ എന്താ സംസാരിക്കാത്തത്? എന്നോടൊരു വാക്കുപോലും പറയാതെ അച്ഛൻ എന്തിനാ ഓഫീസിൽ വന്നെന്ന് അറിയണം എനിക്ക്. അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അച്ഛൻ ഓഫീസിൽ വരുന്ന കാര്യം? അത് ഞാൻ നിന്റെ അടുത്ത് പറയണോന്ന് കരുതിയതാ. അതിന് നീ രാവിലെ ചോറെടുക്കാൻ പോലും നിൽക്കാതെ ധൃതിയിലല്ലേ പോയത്. പിന്നെങ്ങനെ പറയാൻ പറ്റും? അമ്മ കാര്യം പറയ്. അച്ഛൻ എന്തിനാ ഓഫീസിൽ വന്ന് രവിവർമ്മൻ സാറിനെ കണ്ടത്? നിന്റെയും നന്ദന്റെയും കല്യാണക്കാരെ സംസാരിക്കാൻ. എന്ത്? അമ്മ എന്തായി പറയുന്നേ?